എനിക്ക് ചോദിക്കാനുള്ളത് ബി ജെ പിയുടെ പ്രതിനിധിയോടും ഏറെ ബഹുമാനീയനായ ജനീഷ് കുമാർ MLA-യോടുമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, ജനീഷ് കുമാർ MLA പറയുകയുണ്ടായി, ഗൂഗിളിൽ തപ്പിയാൽ കേന്ദ്ര വിദ്യാലയം പണിഞ്ഞത് ചെങ്ങറ സുരേന്ദ്രൻ MP-യും അതിനു മുമ്പുള്ളവരെല്ലാന്ന് അവിടെ പറയുകയുണ്ടായി. ബഹുമാനീയനായ MLA-യോട് ഞാൻ ചോദിക്കട്ടെ, ഗൂഗിളിൽ തപ്പിയാൽ കോന്നി മെഡിക്കൽ കോളേജ് പണിഞ്ഞത് ആരാ എന്ന് കാണാൻ പറ്റുമോ? ഒന്നാമത്തെ എൻ്റെ ചോദ്യം. രണ്ട് നിങ്ങളുടെ MLA-ക്ക് മറുപടി പറയാൻ അറിയില്ലേ? ഇന്നിപ്പോ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു നിങ്ങളെല്ലാം ഇവരുടെ കൂടെ അല്ലേ, ഇനി ചർച്ചയ്ക്ക് വേണ്ട. ഞാൻ ആ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, ഇന്ന് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞ് ബഹുമാനീയനായ മാത്യു ടി തോമസും നിങ്ങളുടെ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി സാറും കൂടെ കർണാടകയിലെ BJP-യുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി പോയിരിക്കുക. അതിനെക്കുറിച്ചുള്ള താങ്കളുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ശബരിമലയാണ് അബിൻ പറഞ്ഞ ഒരു കാര്യം. 15 വർഷം MP ആയിരുന്നു. ആ ഭഗവാന്റെ തിരുനടയ്ക്കു മുമ്പിൽ ഒരു ദിവസം പത്തനംതിട്ട പാർലമെന്റ് അംഗം പോയി നിന്നിട്ടുണ്ടോ? ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു ചിത്രം അദ്ദേഹം കാണിക്കണം. കഴിഞ്ഞ സീസൺ മാത്രം 6 തവണയാണ് ഞങ്ങൾ പോയത്. കേരളത്തിന്റെ ദേവസ്വം മന്ത്രി പോയത്. ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതിയുണ്ട് അവിടെ. ഒരു കേന്ദ്ര പദ്ധതി അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞോ? മാധു ഷാ മോശക്കാരനല്ല. ഷാ ഈ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന നേതാവാ, കൗൺസിലറാ. ഷാ ചോദിച്ചത് കോന്നി മെഡിക്കൽ കോളേജിന്റെ പിതാവാരാന്ന. ഒരു സംശയവുമില്ല, ഡോക്ടർ തോമസ് ഐസക്. ഷാ, നിങ്ങൾ ഇപ്പൊ ഇടിയും കൊണ്ട് പുറകെ നടക്കുകയാണല്ലോ. BJP-ക്കാർ തോമസ് ഐസക്കിന്റെ 352 കോടി രൂപയാണ് ഉപതെരഞ്ഞെടുപ്പിനു ശേഷം കോന്നി മെഡിക്കൽ കോളേജിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കിഫ്ബിയിൽ നിന്നും ഡോക്ടർ തോമസ് ഐസക് അനുവദിച്ചത്. അതുവരെ ഇത്തിളി കയറി നിന്ന മെഡിക്കൽ കോളേജ് അന്നാണ് മെഡിക്കൽ കോളേജായി മാറിയിട്ടുള്ളത്. ബഹുമാനിയായ കേരളത്തിന്റെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ കോന്നി മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറഞ്ഞ എന്താണ് നമുക്ക് നിയമസഭ രേഖകളിൽ തപ്പി അറിയാം, വീഡിയോയുണ്ട്. കോന്നിയിൽ എവിടെയോ ആരും കയറാത്ത ആന കയറാവുന്നൊരു സ്ഥലത്ത് ആനകുത്തിയിലെ മെഡിക്കൽ കോളേജിന് സ്ഥലം കണ്ടെത്തിയെന്ന് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞ റിപ്പോർട്ടുകളുണ്ട്. അതിനെക്കുറിച്ച് എന്താ താങ്കളുടെ അഭിപ്രായം? അല്ല, അത് പറയാം. കോന്നി മെഡിക്കൽ കോളേജിന്റെ ചരിത്രം മനസ്സിലാക്കണം. അവിടെ തറക്കല്ലിട്ടാൽ മെഡിക്കൽ കോളേജ് ആവില്ല. ഒരനുമതിയുമില്ലാതെ പാരിസ്ഥിതിക അനുമതി പോലും ഇല്ലാതെയാണ് അവിടെ തറക്കല്ലിട്ടത്. അതിനുശേഷം കരാറുകാരന് പൈസ കൊടുക്കാൻ പണമില്ലാതെ കരാറുകാരൻ പോയടത്തു നിന്ന് ഡോക്ടർ തോമസ് ഐസക് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 352 കോടി രൂപയും കൊണ്ടാണ് അത് മെഡിക്കൽ കോളേജായി മാറുന്നത്. ശ്രീ ജനീഷ് കുമാർ ആന്റണി മല കയറുന്ന ചിത്രമുണ്ടോന്ന് ചോദിച്ചാ സാർ കണ്ടോളൂ മല കയറുന്ന ചിത്രം. തിരുനടയിൽ ശബരിമല ഇങ്ങനെ നുണ പറയുന്ന ഒരാള് ഇങ്ങനെ എന്തിനാണ് നുണ പറയുന്നത്? തിരുനടയിൽ ഒരു അവിടെ വന്നിട്ടില്ല. കോന്നി മെഡിക്കൽ കോളേജിന് ശബരിമല ഭഗവാന്റെ അത് ക്ലിയർ ചെയ്തു എന്റെ ചോദ്യം പല പ്രാവശ്യം ജനപ്രതിനിധികളെ ആളുകൾ തെരഞ്ഞുവിടുന്നത് അമ്പലത്തിൽ പോയ കണക്ക് നോക്കാനല്ല. അത് പറഞ്ഞ് തർക്കിക്കേണ്ട കാര്യമില്ല. കോന്നി മെഡിക്കൽ കോളേജില് കോടികളൊക്കെ അനുവദിച്ചു. പക്ഷെ കഴിഞ്ഞ ആഴ്ച കോന്നി മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ വീണപ്പോ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് സ്ത്രീകളെ കയറ്റി ആചാരം തെറ്റിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആചാരം തെറ്റിച്ചവർ, ഹിന്ദു മതവിശ്വാസികളുടെ ആചാരം തെറ്റിച്ചവരാണ് നിങ്ങൾ. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി കൂട്ടുനിന്നവരാണ്. ശബരിമലയെ ഒറ്റിക്കൊടുത്ത തോമസ് ഐസക്കും ജനീഷ് കുമാറും മറുപടി പറയേണ്ടി വരും.